ഒരു ക്യൂവിൽ രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19-ാം സ്ഥാനത്താണ് രമേഷ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39-ാം സ്ഥാനത്താണ് ആര്യയെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇതിൽ പല ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. എങ്കിലും മുന്നിൽ നിന്നുള്ള സ്ഥാനം, ആര്യയുടെ സ്ഥാനം പറയുന്നുണ്ട്. മുന്നിൽ നിന്ന് ആര്യ 39-ാം സ്ഥാനത്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ രമേഷ് എന്നയാൾ പിന്നിൽ നിന്ന് 19-ാം സ്ഥാനത്താണെന്നും പറയുന്നുണ്ട്. നമുക്ക് ഒരാളുടെ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കിട്ടുകയാണെങ്കിൽ ക്യൂവിലെ ആകെ ആളുകളുടെ എണ്ണം പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ 2 വിവരങ്ങൾ ഉപയോഗിക്കാം. നോക്കുക, പിന്നിൽ നിന്ന് 19-ാം സ്ഥാനത്താണ് രമേഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിന്നിൽ നിന്നുള്ള പോയിന്റെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 19-ാം സ്ഥാനത്താണ് രമേഷ് വരുന്നത്. രമേഷിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. രമേഷിനേക്കാൾ 13 റാങ്ക്. അപ്പോൾ പിന്നിൽ നിന്ന് 19-ാം സ്ഥാനത്താണ് രമേഷ്. അതിനേക്കാൾ 13 റാങ്ക്, ഇങ്ങോട്ട് 13 റാങ്കിയുടെ മുന്നിലാണ് സുമേഷ്. അപ്പോൾ 19ഉം 13ഉം 32. അതായത് പിന്നിൽ നിന്നും 32ാമത്തെ ആളാണ് സുമേഷ്. ഇനി രാജേഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ഇതിനിടയ്ക്കാണ് വരുന്നത്. രാജേഷിൻ്റെ കാര്യം നമുക്കിവിടെ വലിയ പ്രസക്തമല്ല. ഇനി ഇവിടെ നോക്കിയാൽ മതി. സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ് ആര്യ. അപ്പോൾ സുമേഷ് പുറകിൽ നിന്ന് 32ആണ്. അതിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ് ആര്യ. അപ്പോൾ 32ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 35. 35ാമത്തെ ആളാണ് ആര്യ വരുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ആര്യ 35ാമത്തെ ആളാണ്. ഇനി ആര്യയുടെ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം പറയുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് 39-ാം സ്ഥാനത്താണ്. ഇങ്ങോട്ട് 39-ാം സ്ഥാനം. അപ്പോൾ ആര്യ ഫ്രണ്ടിൽ നിന്ന് 39-ാം സ്ഥാനവും ബാക്കിൽ നിന്ന് 35-ാം സ്ഥാനവുമാണ്. അപ്പോൾ ഒരാളുടെ തന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കിട്ടി. ഇനി ആകെ ആളുകളുടെ എണ്ണം കാണാനായിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള ഇയാളുടെ സ്ഥാനം കൂട്ടി അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് 39ഉം ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം 39, ബാക്കിൽ നിന്നുള്ള സ്ഥാനം 35. ഇത് രണ്ടും കൂടെ കൂട്ടുന്നു, 74 വരും. അതിൽ നിന്ന് 1 കുറയ്ക്കുക. 74ൽ നിന്ന് 1 കുറച്ചാൽ 73. ക്യൂവിലെ ആകെ ആളുകളുടെ എണ്ണം 73. ശരി ഉത്തരം ഓപ്ഷൻ ഡി. എർത്ത് എന്ന വാക്ക് ഒരു കോഡ് ഭാഷയിൽ FCUXM എന്നാണെങ്കിൽ അതേ ഭാഷയിൽ സ്പൂൺ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള കോഡുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അക്ഷരമാല എന്ന് എഴുതുന്നത് സൗകര്യപ്രദമായിരിക്കും. ഇനി നോക്കുക, എർത്തിൻ്റെ കോഡ് നൽകിയിരുന്നത് FCUXM. അതായത് ഈയുടെ സ്ഥാനത്ത് എഫ് വന്നു. ഈയുടെ തൊട്ട് അടുത്ത സംഖ്യയാണ് എഫ്, അടുത്ത അക്ഷരമാണ് എഫ്. എയുടെ സ്ഥാനത്ത് സി, എ കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരമാണ് സി. ആറിൻ്റെ സ്ഥാനത്ത് യു, ആറിൻ്റെ സ്ഥാനത്ത് യു വന്നു. അതായത് 6 കഴിഞ്ഞ് 3ാമത്തെ അക്ഷരം. അപ്പോൾ നോക്കുക, ആദ്യത്തെ അക്ഷരത്തിന് തൊട്ടടുത്തുള്ള അതിനുശേഷം വരുന്ന അടുത്ത അക്ഷരം കൊടുത്തു. രണ്ടാമത്തെ അക്ഷരം എ വന്നു. എയ്ക്ക് കൊടുത്ത കോഡ് ഏതാണ്? അത് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരമായ സി കൊടുത്തു. 3ാമത്തെ അക്ഷരത്തിന് 3 അക്ഷരം മുന്നോട്ട് നീക്കി, യുവിൽ വന്നു. ഇനി 4ാമത്തെ നോക്കുക, ടിക്ക് പകരം എക്സ് ആണ് കൊടുത്തത്. ടി കഴിഞ്ഞ് നോക്കുക, UVWX, 4ാമത്തെ അക്ഷരമാണ് എക്സ് കൊടുത്തത്. ഇനി എച്ച്, ന്യായമായിട്ടും എച്ച് കഴിഞ്ഞുള്ള 5ാമത്തെ അക്ഷരമായിരിക്കണം എം. നോക്കുക, എച്ച് കഴിഞ്ഞിട്ട് IJKL, 5ാമത്തെ അക്ഷരമാണ് എം. അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തത്. ആദ്യത്തെ അക്ഷരത്തിന് തൊട്ടടുത്ത അക്ഷരം കൊടുക്കുക, രണ്ടാമത്തേന് അക്ഷരത്തിന് 2 അക്ഷരം മാറ്റി കൊടുക്കുക, 3ാമത്തെ അക്ഷരത്തിന് 3 അക്ഷരം മുന്നോട്ട് പോവുക, 4ാമത്തെ അക്ഷരത്തിന് 4 അക്ഷരം മുന്നോട്ട് പോവുക, 5ാമത്തെ അക്ഷരത്തിന് 5 അക്ഷരം മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. ആദ്യത്തെ അക്ഷരത്തിന് തൊട്ടടുത്ത അക്ഷരം, അതായത് എസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ടി.
പി രണ്ടാമത്തെ അക്ഷരമാണ്, അപ്പോൾ 2 അക്ഷരം മുന്നോട്ട് പോവുക. പിയുടെ സ്ഥാനത്ത് 6 കൊടുക്കുക. ഓ മൂന്നാമത്തെ അക്ഷരമാണ്, അപ്പോൾ 3 അക്ഷരം മുന്നോട്ട് പോകണം. വീണ്ടും 6 തന്നെ വരും. അടുത്ത ഓയ്, അത് 4ാമത്തെ അക്ഷരമാണ്, അപ്പോൾ 4 അക്ഷരം മുന്നോട്ട് പോകണം. വീണ്ടും ഓയിൽ നിന്ന് തന്നെ 4 അക്ഷരം മുന്നോട്ട് പോകുമ്പോൾ എസ് വരും. എൻ 5ാമത്തെ അക്ഷരമാണ്, അപ്പോൾ 5 അക്ഷരം മുന്നോട്ട് പോകണം. ഒ പി ക്യു ആർ എസ് വരണം. വീണ്ടും എസ്. അപ്പോൾ TRRSS എന്നായിരിക്കണം കോഡ്. TRRSS. ശരി ഉത്തരം ഓപ്ഷൻ സി. രാജു രാമിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. രാധ അരുണിൻ്റെ അമ്മയും രാമിൻ്റെ മുത്തശ്ശിയുമാണ്. കേശു പ്രിയയുടെ അച്ഛനാണ്. കേശു രാജുവിൻ്റെ മുത്തച്ഛനും കൂടിയാണ്. രാധ കേശുവിൻ്റെ ഭാര്യയാണ്. രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാധ കേശുവിൻ്റെ ഭാര്യയാണ്, കേശു രാജുവിൻ്റെ മുത്തച്ഛനും കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന 3 സെൻറ്റൻസുകൾ മാത്രം മതിയാകും നമുക്ക്. രാജുവിൻ്റെ മുത്തച്ഛനാണ് കേശു. രാജുവിൻ്റെ മുത്തച്ഛൻ കേശു. ഇനി കേശുവിൻ്റെ ഭാര്യയാണ് രാധ. അപ്പോൾ രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഇവിടെയായി. കേശു രാജുവിൻ്റെ മുത്തച്ഛനാണ്. ഈ കേശുവിൻ്റെ ഭാര്യയാണ് രാധ. അപ്പോൾ രാജുവിൻ്റെ മുത്തശ്ശിയാണ് രാധ, അല്ലെങ്കിൽ രാധയുടെ ചെറുമകനാണ് രാജു. രാജുവിൻ്റെ മുത്തശ്ശിയാണ് രാധ, മുത്തശ്ശൻ്റെ ഭാര്യയെ മുത്തശ്ശി എന്ന് വിളിക്കാം. അപ്പോൾ രാജുവിൻ്റെ മുത്തശ്ശിയാണ് രാധ, അല്ലെങ്കിൽ രാധയുടെ ചെറുമകനാണ് രാജു. ശരി ഉത്തരം ഓപ്ഷൻ സി. 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? ഓർക്കുക, ഇവിടെ 2025 ജനുവരി 26, 26/1/2025 ഞായറാഴ്ചയാണെന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് 26/1/2028, അതായത് 2028 ജനുവരി 26 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് 2025 ജനുവരി 26 ശേഷം കൃത്യം 3 വർഷം, ഇതിന് ശേഷം കൃത്യം 3 വർഷം തികയുന്ന ദിവസമാണ് 2028 ജനുവരി 26, 3 വർഷം. കൂടാതെ ഈ 2025, 26, 27 ഈ 3 വർഷങ്ങളൊന്നും തന്നെ അധിവർഷമല്ല. 2028 അധിവർഷമാണ് എങ്കിൽ പോലും ഫെബ്രുവരി മാസം ഇതിനകത്ത് വരുന്നില്ല, നമ്മുടെ കണക്കിൽ വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അധിവർഷമായി വരുന്ന ഫെബ്രുവരിയിലെ അധികം വരുന്ന ദിവസങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് കൃത്യം 3 വർഷം മാത്രം ഉള്ളതുകൊണ്ട് 3 ദിവസം ഞായറാഴ്ചയോടുകൂടി ചേർത്താൽ നമുക്ക് ഉത്തരമാകും. അപ്പോൾ സൺഡേ കഴിഞ്ഞ് 3ാമത്തെ ദിവസം നോക്കിയാൽ മതി. തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ 2028 ജനുവരി 26 ബുധനാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി, ബുധനാഴ്ച. 12:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? സമയം 12:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 12:20 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനം ഒന്ന് ഓർക്കുക. ഇതിലെ മിനിറ്റ് സൂചി ഈ 4 നേരെയും മണിക്കൂർ സൂചി 12-നും 1-നും ഇടയ്ക്കും ആയിരിക്കും. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് നോക്കുക. ഈ സൂചികൾ 2 കോൺ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ സൂചികൾക്കിടയിലെ കോണളവ് എന്നുകൊണ്ട് നമ്മൾ സാധാരണയായി ഉദ്ദേശിക്കാറുള്ള ഈ ചെറിയ കോണാണ്. ഇവിടെ ഈ വലിയ കോണും ഈ 2 സൂചികൾ മൂലം ഉണ്ടാകുന്ന കോണുകളാണ്. അപ്പോൾ നമുക്ക് ഈ സമയം വെച്ച് എങ്ങനെ കോണളവ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 12 × 60 എത്ര വരും? 12×6 72. അപ്പോൾ ഇത് 720 വരും. 11 × 20, 11 2 22 ആയതുകൊണ്ട് ഇത് 220 വരും. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ വ്യത്യാസം കാണാനായിട്ട് 720 നിന്ന് 220 കുറയ്ക്കുക, 500 എന്ന് കിട്ടും. 500ൻ്റെ പകുതി 250. ഓർക്കുക, ഇത് 180 കൂടിയ ഒരളവാണ്, 180 ഡിഗ്രിയിൽ കൂടിയ അളവാണ്.
അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ ഈ വലിയ കോണാണ്. ഇതാണ് നമുക്ക് കിട്ടിയ 250 ഡിഗ്രി. പക്ഷെ നമ്മൾ സാധാരണ ഈ സൂചികൾക്കിടയിലെ കോണളവ് എന്ന് പറയുന്നത് ഈ ചെറിയ കോണാണ്. അത് കാണാനായിട്ട് നമുക്ക് 360 നിന്നും 250 കുറച്ചാൽ മതി. 360 നിന്ന് 250 കുറച്ച് കഴിഞ്ഞാൽ 110 ഡിഗ്രി വരും. അപ്പോൾ ഈ കോണളവ് 110 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവിടെ 250 ഡിഗ്രിയും ഈ ഓപ്ഷൻസിലുണ്ട്. എങ്കിലും നമ്മൾ സാധാരണ ഈ ചെറിയ കോണിനെയാണ് നമ്മൾ സൂചികൾക്കിടയിലെ കോണളവായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് 110 ഡിഗ്രി ഓപ്ഷൻ ബി. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ വേറിട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ മൂന്നും വാതകങ്ങളാണ്. അതേസമയം റേഡിയം ഒരു ലോഹമാണ്, ഖരാവസ്ഥയിലുള്ളതാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിൽ വേറിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എ റേഡിയം തന്നെയാണ്. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 3 കുട്ടികൾ അതേ ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 4 മുതിർന്നവരും 2 കുട്ടികളും ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ മുതിർന്നവരുടെയും കുട്ടികളുടെയും ജോലി ചെയ്തു തീർക്കുന്ന കണക്ക് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് തന്നെ എഴുതാം. നോക്കുക, മുതിർന്നവരുടെ കാര്യത്തിൽ 5 പേര് 3 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും. 5 ആളുകൾ 3 ദിവസം കൊണ്ട്. അപ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലോ ദിവസങ്ങളുടെ എണ്ണം 5 ഇരട്ടിയായി മാറും. 5 പേരുണ്ടായിരുന്നുകൊണ്ടാണ് 3 ദിവസം കൊണ്ട് തീർന്നത്. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം 5 ഇരട്ടിയായി മാറും. അതായത് 3 × 5 15 ദിവസം വേണ്ടി വന്നിനി. ഇനി കുട്ടികളുടെ കാര്യത്തിലോ? കുട്ടികളുടെ കാര്യത്തിൽ 3 കുട്ടികളാണെങ്കിൽ 5 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാവും. 3 കുട്ടികൾക്ക് 5 ദിവസം വേണമായിരുന്നു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലോ ഈ 5ൻ്റെ 3 ഇരട്ടി, അതായത് 15 ദിവസം അവിടെയും വേണ്ടി വന്നേനെ. അപ്പോൾ മുതിർന്നയാളാണേലും കുട്ടിയാണേലും ഒരാൾ മാത്രമാണെങ്കിൽ 15 ദിവസം കൊണ്ടേ ജോലി പൂർത്തിയാവുള്ളൂ. അതായത് ഇവർ രണ്ടുപേരും, മുതിർന്നയാളും കുട്ടിയും, ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് തുല്യമായിരിക്കണം. എന്നാലേ 2 പേർക്കും ഒരേ ദിവസങ്ങളുടെ എണ്ണം തുല്യമായ രീതിയിൽ ജോലി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുതിർന്നയാൾ ചെയ്യുന്ന അതേ അളവ് ജോലി തന്നെ ഒരു കുട്ടിയും ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 മുതിർന്നയാളും 2 കുട്ടികളും കൂടി ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, ഒരു കുട്ടിയും ഒരു മുതിർന്നയാളും ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് തുല്യമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 2 കുട്ടികൾക്ക് പകരം നമുക്ക് 2 മുതിർന്നയാളെ വെച്ച് കണക്ക് കൂട്ടിയാലും ഇത്തരത്തിൽ തെറ്റുവരികയില്ല. അപ്പോൾ 4 + 2 മുതിർന്നയാളിൽ നിന്ന് എടുക്കാം. അതായത് 6 മുതിർന്നയാളുകൾ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഒരാളാണെങ്കിൽ 15 ദിവസം വേണം. അപ്പോൾ 6 പേരാണെങ്കിലോ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് 6 ഇരട്ടിയാവും. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം 6-ൽ1 ഭാഗമായി ചുരുങ്ങും. അത് കണ്ടുപിടിക്കാനായിട്ട് 15നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 15/6 നോക്കിയാൽ ദിവസങ്ങളുടെ എണ്ണം കിട്ടും. 15നെ 6 കൊണ്ട് ഹരിച്ചാൽ 2.5 വരും. അപ്പോൾ 2.5 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാകും. നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻസിൽ 2.5 ഇല്ല. പിന്നുള്ളത് ഓപ്ഷൻ സി 3 ദിവസമാണ്. കൃത്യമായ കണക്ക് വരികയാണെങ്കിൽ 2.5 ദിവസം. ഒരു തുക ഒരു നിശ്ചിത ശതമാനം സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. 2% കൂടുതൽ പലിശയ്ക്ക് കൊടുത്തിരുന്നു എങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. എങ്കിൽ നിക്ഷേപത്തുക എത്ര? ഇവിടെ ഒരു തുക സാധാരണ പലിശയ്ക്ക് 5 വർഷത്തേക്ക് കൊടുത്തു. പലിശ നിരക്ക് 2% കൂടുതലായിരുന്നെങ്കിൽ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. 5 വർഷം കൂടിയാണ് 5000 രൂപ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നിക്ഷേപത്തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, സാധാരണ പലിശയാണ്. എല്ലാ വർഷവും ഒരേ തുകയാണ് പലിശയായി കിട്ടുക. ഇവിടെ 2% കൂടുതൽ പലിശയ്ക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ആദ്യ വർഷം തന്നെ നിക്ഷേപത്തുകയുടെ 2% കൂടുതൽ കിട്ടുമായിരുന്നു. 2ാം വർഷവും നിക്ഷേപത്തുകയുടെ 2% കൂടുതൽ കിട്ടുമായിരുന്നു. അങ്ങനെ 5 കൊല്ലം കൊണ്ട് നിക്ഷേപത്തുകയുടെ എത്ര ശതമാനം കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് നോക്കുക. ഓരോ വർഷവും 2% കൂടുതൽ കിട്ടും. അപ്പോൾ 5 കൊല്ലം കൊണ്ട് 5 × 2% 10% അധികമായി ലഭിക്കുമായിരുന്നു. 5 വർഷം കൊണ്ട് നിക്ഷേപത്തുകയുടെ 10% അധികമായി ലഭിക്കുമായിരുന്നു. ഇവിടെ 5000 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് നിക്ഷേപത്തുകയുടെ 10% എന്ന് പറയുന്നത് 5000 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ നിക്ഷേപത്തുക കണ്ടുപിടിക്കണം. ഓർക്കുക, 10% എന്ന് പറഞ്ഞാൽ 10-ൽ1 ഭാഗമാണ്.
അപ്പോൾ നിക്ഷേപ തുകയുടെ 10 ഭാഗം 5000 നിക്ഷേപ തുക എന്ന് കാണാനായിട്ട് 5000ൻ്റെ 10 ഇരട്ടി എടുത്താൽ മതി, ഒരു 0 കൂടെ ചേർത്താൽ മതി 10 കൊണ്ട് ഗുണിക്കാൻ, അതായത് 50000. നിക്ഷേപ തുക 50000 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. ഒരു സംഖ്യ 12% കണ്ട് കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഇവിടെ ഒരു സംഖ്യയിൽ നിന്നും അതിൻ്റെ 12% കുറച്ച് കഴിഞ്ഞാൽ 1760 കിട്ടും. അങ്ങനെയെങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിൽ നിന്നും അതിൻ്റെ 12% കുറയ്ക്കുമ്പോൾ 1760 കിട്ടും. അപ്പോൾ 12% കുറച്ചാൽ ബാക്കി എത്ര ശതമാനമാണ് ഉള്ളത്? സംഖ്യ മുഴുവനായി നമ്മൾ 100% എന്നാണ് എടുക്കുന്നത്. 100% നിന്നും 12% കുറയ്ക്കുക, അപ്പോൾ 88% ബാലൻസ് ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ 88% 1760. എക്സിൻ്റെ 88%, ഇത് 1760. എക്സിൻ്റെ 88% നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എക്സ് ഗുണം 100/88 1760 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 100/88 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. എക്സ് 1760 ഇൻറ്റു 100/88 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം, അതായത് 88ൽ 100 എന്ന് എഴുതണം. നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. 88ൻ്റെ ഇരട്ടിയാണ് 176. അപ്പോൾ 176നെ 88 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2 കിട്ടും. 1760 ആകുമ്പോൾ 20 വരും. 20 ഗുണം 100 2000. സംഖ്യ 2000. ശരിയുത്തരം ഓപ്ഷൻ എ. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി. അത് 5400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ തോമസ് ഒരു ഫർണിച്ചർ 4800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1200 രൂപ ചിലവായി. അപ്പോൾ 1200 രൂപയ്ക്ക് അത് പോളിഷ് ചെയ്തു. അങ്ങനെയെങ്കിൽ അത് 5400 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കണം. വാങ്ങാനായിട്ട് 4800 മുടക്കി, പോളിഷ് ചെയ്യാൻ 1200 മുടക്കി. അപ്പോൾ ടോട്ടൽ ചിലവ് എത്രയാണ്? 6000 രൂപ. 6000 രൂപയ്ക്ക് ചിലവാക്കിയ സാധനം 5400 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാവുക, കാരണം 6000-നേക്കാൾ കുറവാണ് 5400. അപ്പോൾ നഷ്ട ശതമാനം കാണണമെങ്കിൽ എത്ര രൂപയാണോ നഷ്ടം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. 6000 രൂപ അയാൾക്ക് ചിലവായിട്ടുണ്ട്. 5400 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നഷ്ടം എത്രയെന്ന് കണ്ടുപിടിക്കാൻ 6000-ൽ നിന്ന് 5400 കുറയ്ക്കുക, അതായത് 600 രൂപയാണ് നഷ്ടം. ഇനി 6000-ൻ്റെ ചിലവായ തുകയുടെ എത്ര ശതമാനമാണ് നഷ്ടമെന്ന് കണ്ടുപിടിച്ചാൽ നഷ്ടശതമാനം കിട്ടും. 6000-ൽ എത്ര ശതമാനമാണ് 600 എന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക 10% 600. ഇനി ക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 6000-ൽ 600 ഗുണം 100 കാണുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 600 ഓരോ പൂജ്യം ക്യാൻസൽ ചെയ്യും. ഇവിടെ 60നെ 6 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ 10% നഷ്ടം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 10% ഇല്ല, നഷ്ടം 10%. 3 സംഖ്യകളുടെ അനുപാതം 3:4:5 ആണ്. അവയുടെ തുക 60 ആണെങ്കിൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? ഇവിടെ 3 സംഖ്യകളുടെ അനുപാതം നൽകിയിട്ടുണ്ട്, 3:4:5. ഇനി അവയുടെ തുകയാണ് നൽകിയിരിക്കുന്നത്. സംഖ്യകളുടെ അംശബന്ധം 3:4:5 ആയതുകൊണ്ട് നമുക്ക് സംഖ്യകൾ 3x എന്നും 4x എന്നും 5x എന്നും എടുക്കാം. അപ്പോൾ ഇവയുടെ തുക കാണാൻ ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. 3x-ഉം 4x-ഉം 5x-ഉം കൂടെ കൂട്ടുക. 3x-ഉം 4x-ഉം 7x, 7x-ൻ്റെ കൂടെ 5x കൂട്ടിയാൽ 12x. അപ്പോൾ 12x = 60 എന്ന് എടുക്കുക. 12x 60 ആണെങ്കിൽ x = 60/12, അതായത് 5 വരും. എക്സിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ നമുക്ക് സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. എക്സിന് 5 എന്ന് കൊടുത്താൽ 3 ഗുണം 5 15 വരും. ഇവിടെ 4 ഗുണം 5 20 വരും. 5 ഗുണം 5 25 വരും. അപ്പോൾ സംഖ്യകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 15, 20, 25. ഇനി ഈ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണണം. 15ൻ്റെ സ്ക്വയർ 225, 20ൻ്റെ സ്ക്വയർ 400, 25ൻ്റെ സ്ക്വയർ 625. 3 കൂടെ കൂട്ടുക. 1250 വർഗ്ഗങ്ങളുടെ തുക. ശരിയുത്തരം ഓപ്ഷൻ എ. 40 ഭാഗം 10 മൈനസ് 4 അധികം 32 ഭാഗം 4 അധികം 10 ഭാഗം 2 ന്യൂനം 1 എന്നതിൻ്റെ മൂല്യം എന്താണ്? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. അതിനുള്ള സൗകര്യത്തിനായിട്ട് താഴോട്ടൊന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹരണത്തിൻ്റെ ക്രിയ ആദ്യം നടത്തണം. ഇവിടെ ഇത് ചെയ്യാം, അതുപോലെ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതും ആദ്യം ചെയ്യാം. 40നെ 10 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ 4 - 4 + 32
ഭാഗം 4 പ്ലസ് നമുക്ക് 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 4 + 5 - 1. അടുത്തതായിട്ട് ഈ ബ്രാക്കറ്റിലുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 4 - 4 + 32 ഭാഗം, ഇവിടെ 4ഉം 5ഉം കൂടെ കൂട്ടി 9, 9ൽ നിന്ന് 1 കുറച്ചാൽ 8. ഇനി 32 ഭാഗം 8 കാണുക. 32നെ 8 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഇത് 4 - 4 + 4 എന്ന് വരും. 4ൽ 4 കുറയ്ക്കാം, അപ്പോൾ 0, 0-നോട് 4 കൂട്ടിയാൽ 4. ഉത്തരം 4. ശരിയുത്തരം ഓപ്ഷൻ എ. 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെങ്കിൽ x എത്ര? അതായത് 10നോടുകൂടി അതിൻ്റെ x% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയും 30ൽ നിന്നും അതിൻ്റെ x% കുറച്ചാൽ കിട്ടുന്ന സംഖ്യയും തുല്യമാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 10നോടുകൂടി അതിൻ്റെ x% കൂട്ടുന്നത് എങ്ങനെയാണ്? 10 പ്ലസ്, ഇനി 10ൻ്റെ x% കൂട്ടണം. 10ൻ്റെ x% കൂട്ടാനുള്ള ക്രിയ 10 × 100x. അപ്പോൾ 10 പ്ലസ് 10 × 100x. ഇതാണ് 10നോടുകൂടി അതിൻ്റെ x% കൂട്ടിയ സംഖ്യ. അതുപോലെ 30 മൈനസ് 30ൽ നിന്നും 30ൻ്റെ x% കുറയ്ക്കണം. 30ൻ്റെ x% കാണാനായിട്ട് 30 × 100x കണ്ടാൽ മതി. ഈ രണ്ട് സംഖ്യകളും തുല്യമാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ 10 × x/100 എന്നുള്ളതിനകത്ത് ഈ 100ലെ ഒരു 0, 10ലെ ഒരു 0 ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടെ 30 × x/100-നകത്ത് 100ലെ ഒരു 0, 30ലെ 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 10 പ്ലസ് 1 × x x/10 30 മൈനസ് 3 × x 3x എന്ന് എഴുതാം. 3x/10 എന്ന് വരും. ഇനി x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ -3x/10നെ നമുക്ക് ഇടതുവശത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ 10നെ വലതുവശത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഇവിടുത്തെ -3x/10 ഇടതുവശത്ത് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ x/10 പ്ലസ് 3x/10 സമം 30. ഇവിടുത്തെ പോസിറ്റീവ് 10 വലതുവശത്ത് ചെല്ലുമ്പോൾ നെഗറ്റീവ് ആവും. 30 - 10. ഇവിടെ ഭിന്നസംഖ്യകൾ രണ്ടിലും ഛേദം തുല്യമാണ്. അതുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. എക്സും 3x കൂടെ കൂട്ടിയാൽ 4x. 4x/ കോമൺ ഛേദം 10 സമം 30ൽ നിന്ന് 10 കുറച്ചാൽ 20. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 4x എത്രയെന്ന് കിട്ടും? 4x സമം ഈ 10 കൊണ്ട് 20നെ ഗുണിച്ചാൽ മതി. 10 × 20 200 എന്ന് വരും. അല്ലെങ്കിൽ x സമം 200/4, അതായത് 50. എക്സിൻ്റെ വാല്യൂ 50. ശരി ഉത്തരം ഓപ്ഷൻ ഡി. രണ്ട് സംഖ്യകളുടെ തുക 150ഉം ഗുണനഫലം 45ഉം ആണെങ്കിൽ അവയുടെ വിൽക്രമത്തിൻ്റെ തുക എത്രയാണ്? ഇവിടെ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും നൽകിയിട്ടുണ്ട്. ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആ സംഖ്യകൾ എ എന്നും ബി എന്നും എടുത്താൽ തുക a+b എന്ന് എഴുതാം. a+b = 150 എന്ന് എടുക്കാം. അതുപോലെ സംഖ്യകളുടെ ഗുണനഫലം അത് ab എന്ന് എഴുതാം. ab = 45 എന്ന് എഴുതാം. ഈ സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ അവയുടെ വിൽക്രമങ്ങൾ എന്ത് വരും? എയുടെ വിൽക്രമം 1/aയും ബിയുടെ വിൽക്രമം 1/bയുമാണ്. അപ്പോൾ ഇവയുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന രീതിയിൽ കൂട്ടുക. അതായത് ബി കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുന്നു, എ കൊണ്ട് ഇവിടുത്തെ അംശത്തിനെ ഗുണിക്കുന്നു, പൊതുവായ ഛേദമായിട്ട് എ ബി എഴുതുന്നു. അതായത് ബി കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ ബി പ്ലസ് എ കൊണ്ട് ഈ ഒന്നിനെ ഗുണിക്കുമ്പോൾ എ ബൈ പൊതുവായ ഛേദം എ ബി. ഇനി ബി പ്ലസ് എ പ്ലസ് ബിയും സെയിം തന്നെയാണ്. അതുകൊണ്ട് a+bയുടെ വാല്യൂ ആയ 150 നമുക്ക് b+aക്ക് പകരം എഴുതുന്നു. 150 എ ബിയുടെ വാല്യൂ 45. ഇത് രണ്ടും 15ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും 15 കൊണ്ട് ഹരിക്കാം. 150നെ 15 കൊണ്ട് ഹരിച്ചാൽ 10, 45ൽ 15 3 തവണ. അപ്പോൾ 3ൽ 10 എന്ന് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്ററാണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഇവിടെ ഒരു കാറിൻ്റെ ഒരു വീലിൻ്റെ വ്യാസം നൽകിയിട്ടുണ്ട് 77 സെൻറ്റിമീറ്റർ. വ്യാസം അഥവാ ഡയമീറ്ററിനെ നമുക്ക് ഡി കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഡി = 77 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. 1000 തവണ ഈ ചക്രം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ കാർ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാൻ ചക്രത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ചക്രം വൃത്താകൃതി ആയതുകൊണ്ട് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. ഓർക്കുക, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr ആണ്. ഇതിലെ 2r അല്ലെങ്കിൽ ആരത്തിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് വ്യാസത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സൂത്രവാക്യം തന്നെ നമുക്ക് πd എന്ന് എഴുതാം.
2r എന്നുള്ളത് d എന്ന് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഡയമീറ്റർ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് പൈ ഡി എടുക്കുന്നതാണ് നമുക്ക് ചുറ്റളവ് കാണാൻ സൗകര്യം. അപ്പോൾ പൈ ഡി എത്ര വരും? ഡി 77 പൈയുടെ വാല്യൂം കൂടെ കൊടുക്കണം. പൈക്ക് 22/7 എന്ന് കൊടുക്കുക. 22/7 ഗുണം 77. ഈ വാല്യൂ കൊടുക്കുമ്പോൾ 77നെ 7 കൊണ്ട് ഹരിക്കാം എന്നൊരു ഗുണമുണ്ട്. 77നെ 7 കൊണ്ട് ഹരിച്ചാൽ 11 കിട്ടും. അപ്പോൾ 22 ഗുണം 11 എന്ന് വരും. 22 ഗുണം 11 കാണുക. $242 വരും. അപ്പോൾ 242 ഡി സെൻറ്റിമീറ്ററിലാണ് നൽകിയിരുന്നത്. അപ്പോൾ 242 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ്. അതായത് നമ്മുടെ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ 242 സെൻറ്റിമീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പോൾ 1000 തവണ കറങ്ങുമ്പോഴോ? അത് കണ്ടുപിടിക്കാൻ 242 ഗുണം 1000 കാണുക. 3 0 ചേർത്താൽ മതി 1000 കൊണ്ട് ഗുണിക്കാൻ. ഇത്രയും സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് മീറ്ററിലാണ് വേണ്ടത്, അതുകൊണ്ട് ഇതിനെ 100 കൊണ്ട് ഹരിക്കണം. 100 കൊണ്ട് ഹരിക്കാനായിട്ട് 2 പൂജ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതായത് 2420 മീറ്റർ ദൂരമായിരിക്കും 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം. ശരി ഉത്തരം ഓപ്ഷൻ എ. ചുറ്റളവ് 39.6 മീറ്ററായ വൃത്തത്തിൻ്റെ വിസ്തീർണം ഒരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം 27.72 മീറ്റർ ആണെങ്കിൽ വീതി എത്ര? ഇവിടെ ഒരു ചതുരത്തിൻ്റെ വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ നീളം 27.72 മീറ്റർ എന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ ആ ചതുരത്തിൻ്റെ വിസ്തീർണം ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണവും നീളവും വീതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓർക്കുക, ചതുരത്തിൻ്റെ വിസ്തീർണം സമം അതിൻ്റെ നീളം ഗുണം വീതിയാണ്. എ സമം ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നെഴുതാം. ഏരിയ ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിൽ ലെന്ത് ഇവിടെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ വീതി കാണാനായിട്ട് ഏരിയയെ ലെന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഈ ഏരിയ കണ്ടുപിടിക്കണം. ലെന്ത് നമ്മുടെ കയ്യിലുണ്ട്. ഏരിയ എന്ന് പറയുന്നത്, ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണത്തിന് തുല്യമാണെന്ന് നൽകിയിട്ടുണ്ട്. ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവിൽ നിന്നും അതിൻ്റെ വിസ്തീർണം കാണാം. അതുതന്നെയായിരിക്കും നമ്മുടെ ചതുരത്തിൻ്റെ വിസ്തീർണവും. അതിനുശേഷം വീതിയിലേക്ക് വരാം. ഓർക്കുക, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr ആണ്. അപ്പോൾ 2πr സമം 39.6 എന്ന് എടുക്കുക. ഇനി നമുക്ക് വിസ്തീർണം കാണണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് πr കണ്ടുപിടിക്കാം. πr സമം 39.6/2, അതായത് 19.8 വരും. ഇനി πr² വേണമെങ്കിൽ ഈ πrനെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6ൻ്റെ വാല്യൂ നമ്മൾ കാണണം. r ഈക്വൽ ടു ഈ 19.8നെ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 19.8/π. പൈയുടെ വാല്യൂ നമുക്ക് 22/7 എന്ന് എടുക്കാം. അപ്പോൾ 19.8/22/7 എന്ന് വരും. ഇനി ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് r ഈക്വൽ ടു 19.8 ഇൻറ്റു 7/22 എന്ന് വരും. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനൊക്കെ നമുക്ക് പിന്നീട് നടത്താം. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇങ്ങനെ എടുക്കാം. അപ്പോൾ πr² എന്ത് വരും? πr² സമം ഈ πrനെ 6 കൊണ്ട് ഗുണിച്ചാൽ πr² കിട്ടും. πrൻ്റെ വാല്യൂ 19.8 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 19.8 ഇൻറ്റു 7/22. അപ്പോൾ ഇതാണ് വൃത്തത്തിൻ്റെ വിസ്തീർണം. ഇത് തന്നെയാണ് നമ്മുടെ ചതുരത്തിൻ്റെ വിസ്തീർണവും. അപ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ വാല്യൂ കൊടുക്കാം. അപ്പോൾ ബിയുടെ വാല്യൂ വീതി കിട്ടാനായിട്ട് 19.8 ഇൻറ്റു 19.8 ഇൻറ്റു 7/22. ഇതിനെ ലെന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെന്ത് 27.72 മീറ്ററാണ്. അപ്പോൾ ഇതിനെ 27.72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഇൻറ്റു 1/27.72 എന്ന് എഴുതിയാൽ മതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, ഇവിടെ അംശത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങൾ. ഛേദത്തിലും ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ അംശവും ഛേദവും 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഡെസിമൽ പോയിൻറ്റ് ഇതിനകത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വരും 198 ഇൻറ്റു 198 ഇൻറ്റു 7/22 ഇൻറ്റു 2772. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 198 22ൻ്റെ ഗുണിതമാണ്. 22 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 വരും. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഈ 2772 അത് 198ൻ്റെ ഗുണിതമാണ്. ഓർക്കുക, 198നോട് 2 ചേർത്താൽ 200 ആവും. 200 ഗുണം 14 2800 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 198നെ 14 കൊണ്ട് ഗുണിച്ചാൽ മതി.
ഗുണിച്ച് നോക്കിയാൽ 2772 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അംശവും ഛേദവും 198 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 14 വരും. ഇനി 7ഉം 14, 7 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 1, ഇവിടെ 2, 9നെ 2, അതായത് 9/2 എന്ന് വരും. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.5. അപ്പോൾ 4.5 മീറ്ററാണ് വീതി. ശരി ഉത്തരം ഓപ്ഷൻ സി. 625/0.16 ഗുണം 625/0.09 സമം ഡാഷ്. ഇവിടെ 625ൻ്റെ പവറായിട്ട് എഴുതിയിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കാം. അതായത് a/m × a/n സമം a/m+n. ഈ നിയമം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 625 വന്നിരിക്കുന്നത്. എമ്മിൻ്റെ സ്ഥാനത്ത് എമ്മും എന്നും അതിൻ്റെ പവറുകൾ. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിനും നമുക്ക് ഇവയുടെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 625/0.16 അധികം 0.09 ഈക്വൽ ടു 0.16ഉം 0.09ഉം കൂടെ കൂട്ടിയാൽ 0.25 വരുന്നത്. 625/0.25. ഇനി 0.25 എന്നുള്ളത് 4:1 തുല്യമാണല്ലോ. അപ്പോൾ നമുക്കിത് 625/4 എന്ന് എഴുതാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക 1/4 വന്നിരിക്കുന്നത്. 625നെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ പവർ 4 പവർ വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയുടെ പവർ 4 വരുന്ന രീതിയിൽ 625നെ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ഓർക്കുക, 25ൻ്റെ സ്ക്വയറാണ് 625. 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ. അതായത് 5ൻ്റെ സ്ക്വയറാണ് 625. ഇവിടെ നമുക്ക് വേറൊരു കൃത്യങ്ക നിയമം കൂടി ഉപയോഗിക്കാം. a/m the whole raised to n is equal to a/m into n ആണല്ലോ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഒന്നിച്ചെഴുതാനായിട്ട് ഈ രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 5/4 625. അപ്പോൾ വീണ്ടും ഇവിടെ 625നെ 5/4 എന്ന് എഴുതുക. 5/4 the whole raised to 1/4 ഈക്വൽ ടു, വീണ്ടും ഇതേ കൃത്യങ്ക നിയമം തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. a/m the whole raised to n is equal to a/m into n. അപ്പോൾ ഇത് 5/4 × 1/4 എന്ന് വരും. 4ഉം 1/4ഉം കൂടെ ഗുണിക്കണം. 4 ക്യാൻസൽ ആകും, പോയിട്ട് 1. അതായത് 5/1 എന്ന് വരും. അതായത് 5. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 5 ശരി ഉത്തരം ഓപ്ഷൻ എ. 5, √5, 1 എക്സെട്ര എന്ന ശ്രേണിയിലെ n-ാം പദം 625 ആണെങ്കിൽ n സമം ഡാഷ്. നമുക്കിവിടെ ഒരു സംഖ്യാ ശ്രേണി നൽകിയിട്ടുണ്ട്. 5, √5, 1 എക്സെട്ര. ഈ ശ്രേണിയിലെ ഒരു പദമാണ് 625 അത് എത്രാം പദമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ശ്രേണിയിലെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഒന്നാം പദത്തിനെ a1 കൊണ്ട് സൂചിപ്പിച്ചാൽ a1 സമം 5, രണ്ടാം പദം a2 എന്ന് എഴുതിയാൽ a2 സമം √5, മൂന്നാം പദം a3 എന്ന് എഴുതിയാൽ a3 സമം 1. ഇതിലെ രണ്ടാം പദത്തിനെ ഒന്നാം പദം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. a2/a1 എടുത്ത് നോക്കുക. a2 √5 a1 5 ഓർക്കുക, √5ൻ്റെ സ്ക്വയറാണ് 5. അപ്പോൾ √5/√5 സ്ക്വയർ എന്ന് വരും. അംശത്തിലെ √5ഉം ഛേദത്തിലെ ഒരു √5ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് 1/√5 എന്ന് വരും. അപ്പോൾ രണ്ടാം പദത്തിനെ ഒന്നാം പദം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/√5 കിട്ടും. അല്ലെങ്കിൽ രണ്ടാം പദം എന്ന് പറയുന്നത് ഒന്നാം പദം ഗുണം 1/√5 ആണ്. ഇതുപോലെ മൂന്നാം പദത്തിനെ രണ്ടാം പദം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ, മൂന്നാം പദം 1, രണ്ടാം പദം √5, അപ്പോഴും 1/√5 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ മൂന്നാം പദം എന്ന് പറയുന്നത് രണ്ടാം പദം ഗുണം 1/√5 ആണ്. അപ്പോൾ നോക്കുക, ഒന്നാം പദത്തിനെ 1/√5 കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടാം പദം കിട്ടി. രണ്ടാം പദത്തിനെ 1/√5 കൊണ്ട് ഗുണിക്കുമ്പോൾ മൂന്നാം പദമായി. അപ്പോൾ അടുത്ത നാലാം പദം കിട്ടാൻ മൂന്നാം പദത്തിനെ 1/√5 കൊണ്ട് ഗുണിക്കണം. അതായത് ഇത് ഒരു GP ആണ്, സമഗുണിത പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജിയോമെട്രി പ്രോഗ്രഷനാണ്. അതിലെ ആദ്യ പദത്തിനെ a കൊണ്ട് സൂചിപ്പിച്ചാൽ ആദ്യ പദം 5. ഈ ഗുണിച്ചിരിക്കുന്ന സംഖ്യ, പൊതുവായി ഗുണിച്ചിരിക്കുന്ന സംഖ്യ 1/√5, ഇതിനെ കോമൺ റേഷ്യോ എന്ന് പറയും. അതിനെ 6 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 6 സമം 1/√5 ആണ്.
ഇതിലെ എന്നാം പദമാണ് 625-1. അങ്ങനെയെങ്കിൽ n എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ജി പിയിലെ എന്നാം പദം കാണുന്നതിനുള്ള സൂത്രവാക്യം AR⁻n-1 ആണ്. അപ്പോൾ AR⁻n-1 സമം 625-1 എന്ന് എഴുതുക. നമുക്ക് എയുടെ ആറിൻ്റെയും വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. A സമം 5 ആണ്. അപ്പോൾ 5 × 6 1/√5 1/√5⁻n-1 സമം 625-1 എന്ന് വരും. അതായത് 1/√5⁻n-1 സമം ഈ 5നെ കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 5 ഡിനോമിനേറ്ററിൽ വരണം. 1/5 × 625 വരും. അവർക്ക് 625 എന്നുള്ളത് 5/4 ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 5 × 5/4 എന്ന് വരും. ദെൻ അതായത് 1/√5 സമം n-1 സമം 5/4 എന്ന് പറഞ്ഞാൽ 5 4 തവണ ഗുണിച്ചിരിക്കുന്നു. ഇവിടെ ഒരു തവണയും കൂടെ ഉണ്ട്. അപ്പോൾ 1/5/5 എന്ന് വരും. ഓർക്കുക, ഇവിടെ √5ൻ്റെ ടേമിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 5ൻ്റെ ടേമിലും 5 എന്ന് പറയുന്നത് √5² ആണ്. അപ്പോൾ ഇത് 1/√5² എന്ന് വരും. നേരത്തെ നമ്മൾ ഉപയോഗിച്ച കൃത്യങ്ക നിയമം A⁻m n A⁻m ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1/√5⁻n-1 സമം ഇവിടെ 2 5 കൂടെ ഗുണിച്ചാൽ മതി 1/√5�10 എന്ന് വരും. 2 × 5 ഇതേ കൃത്യങ്ക നിയമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ √5�10. ഓർക്കുക, 1/10 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1/√5�10 എന്ന് എഴുതാം. ഇപ്പോൾ നോക്കുക, ഇതും ഒരേ പാറ്റേണിലായി. അപ്പോൾ 1/√5⁻n-1 = 1/√5�10. ഇതിൽ നമുക്ക് എന്തെഴുതാം? പവേഴ്സ് 2 ഈക്വൽ ആണെന്ന് എഴുതാം. n-1 = 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ n = 10 + 1 11 എന്ന് വരും. ശരി ഉത്തരം ഓപ്ഷൻ എ 11. രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. തുടർന്ന് അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? അപ്പോൾ ഇത് ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് രാജുവിൻ്റെ സ്ഥാനം എന്ന് നോക്കുക. ആരംഭ സ്ഥാനം എ. അവിടെ നിന്ന് കിഴക്ക് വശത്തേക്ക്, കിഴക്കോട്ടെന്ന് വരുമ്പോൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് വലത്തോട്ടെന്ന് വരുമ്പോൾ ഇത് താഴോട്ട് തെക്കിലോട്ട് വരും. ഇങ്ങോട്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ ഇടത്തോട്ട്, ഇപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറയുന്നത് കിഴക്ക് വശമായിരിക്കും. കിഴക്കോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 35 കിലോമീറ്റർ. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ആളുടെ ഇടതുവശം എന്ന് പറയുമ്പോൾ വടക്ക് വശമായിരിക്കും. ഇങ്ങോട്ട് 35 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇതാണ് അവസാന സ്ഥാനം. അങ്ങനെയെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ ദൂരം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഇവിടുത്തെ അതേ ദൂരം തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതും 10 കിലോമീറ്റർ ആയിരിക്കും. പിന്നെ ഇത് മൊത്തത്തിലാണ് 35 കിലോമീറ്റർ. ഇവിടെ 20 ആണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം 20 വരും. 20 കിലോമീറ്റർ ഇവിടം വരെ 20 ആയിരിക്കും. അതിൻ്റെ ബാക്കി എത്ര വരും? ടോട്ടൽ 35 ആണ്. അതിൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ ഇത് 15. ഇനി നോക്കുക, ഇതൊരു മട്ടത്രികോണമാണ്. ഇത് ഇങ്ങനെ പോകുന്നത്. ഇത് സി എന്ന് കൊടുക്കാം. അപ്പോൾ ACB ഒരു മട്ടത്രികോണമാണ്. അതിലെ AC എന്ന് പറയുന്നത് 10 10 20 കിലോമീറ്റർ വരും. CBO 15 കിലോമീറ്ററും. ഈ മട്ടത്രികോണത്തിൻ്റെ കർണമാണിത്. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ അധികം ലംബ സ്ക്വയർ, അല്ലെങ്കിൽ ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ് കർണത്തിൻ്റെ വർഗ്ഗം. അതായത് 10 10 20. 20ൻ്റെ സ്ക്വയർ അധികം 15 സ്ക്വയർ. ഇത് കണ്ടു കഴിഞ്ഞാൽ ABയുടെ സ്ക്വയർ കിട്ടും. 20ൻ്റെ സ്ക്വയർ 400 പ്ലസ് 15ൻ്റെ സ്ക്വയർ 225 സമം 625 വരും. നേരത്തെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ കർണത്തിൻ്റെ നീളം 25 മീറ്റർ, 25 കിലോമീറ്ററാണ്. മീറ്റർ അല്ല, കിലോമീറ്റർ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 25 കിലോമീറ്റർ.
x-4, x-2, x എന്നിവ അഭാജ്യ സംഖ്യകൾ ആണ് എങ്കിൽ x+2 എന്നത് എ ഒരു അഭാജ്യ സംഖ്യയാണ്, ബി ഒരു ഭാജ്യസംഖ്യയും അതേസമയം പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്, സി ഒരു ഭാജ്യസംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗമല്ലാത്തതുമാണ്, ഡി ഒരു ഭാജ്യസംഖ്യയും അതേസമയം 5ന്റെ ഗുണിതവുമാണ്. ഇവിടെ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറാണ്. ഭാജ്യസംഖ്യ എന്നാൽ കോമ്പസിറ്റ് നമ്പർ. അപ്പോൾ x-4, x-2, x ഇവ പ്രൈം നമ്പേഴ്സ് ആണെന്നാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, പ്രൈം നമ്പേഴ്സ് അതൊക്കെയാണ് 2 ഏറ്റവും ചെറിയ പ്രൈം നമ്പറും പ്രൈം നമ്പറായ ഏക ഇരട്ട സംഖ്യയും 2 ആണ്. 2, 3, 5, 7, 11, 13 ഇങ്ങനെയാണ് പ്രൈം നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇത് 3ഉം പ്രൈം നമ്പേഴ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എക്സിൽ നിന്ന് 2 കുറച്ചാണ് x-2, അതിൽ നിന്ന് 2 കുറച്ചാണ് x-4, അല്ലെങ്കിൽ x-4നോട് 2 കൂട്ടിയാൽ x-2 ആകും, അതിനോട് 2 കൂട്ടിയാൽ x ആവും. അപ്പോൾ ഇത് 2 വീതം കൂടിക്കൂടി വരുന്ന ഒരു ശ്രേണിയാണ്, ഒരു സമാന്തര പ്രോഗ്രഷനാണിത്. കൂടാതെ ഇതൊന്നും തന്നെ ഇരട്ട സംഖ്യ വരികയില്ല. കാരണം ഇതിൽ ഒരെണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഇപ്പോൾ x-4 ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിനോട് 2 കൂട്ടിയാൽ കിട്ടുന്നത് മറ്റൊരു ഇരട്ട സംഖ്യ ആയിരിക്കും, അടുത്തതും ഇരട്ട സംഖ്യ ആയിരിക്കും. പക്ഷേ ഇത് 3ഉം പ്രൈം ആയതുകൊണ്ട് 3 പ്രൈമായി ഇരട്ട സംഖ്യ ആണെങ്കിൽ 3ഉം പ്രൈമായിട്ട് വരികയില്ല. കാരണം ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒറ്റ പ്രൈമേ ഉള്ളൂ, അത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും തന്നെ ഇരട്ട സംഖ്യ ആയിരിക്കുകയില്ല. അപ്പോൾ ഇത് 3ഉം ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പോൾ ഒരൊറ്റ സംഖ്യയോട് 2 കൂട്ടിയാൽ കിട്ടുന്ന അടുത്ത ഒറ്റ സംഖ്യയാണ്, അതിനോട് 2 കൂട്ടിയാൽ കിട്ടുന്ന അടുത്ത ഒറ്റ സംഖ്യയാണ്. അപ്പോൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളായിരിക്കും നൽകിയിരിക്കുന്നത്. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ഒരെണ്ണം എപ്പോഴും 3ന്റെ ഗുണിതമായിരിക്കും. ഓർക്കുക, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ഒരെണ്ണം എപ്പോഴും 3ന്റെ ഗുണിതമായിരിക്കും. ഇനി ഇത് 3ഉം പ്രൈമാണെന്ന് നൽകിയിട്ടുണ്ട്. 3ന്റെ ഗുണിതമായിട്ടുള്ള ഒറ്റ പ്രൈമേ ഉള്ളൂ, അത് 3 തന്നെയാണ്, 3 മാത്രമാണ്. ഇനിയുള്ള 3ന്റെ ഗുണിതങ്ങളൊന്നും പ്രൈമായിട്ട് വരില്ല, കാരണം അതിൻ്റെ എല്ലാം ഫാക്ടറായിട്ട് 3 ഉണ്ടാവും. അപ്പോൾ ഇതിലേതോ ഒരെണ്ണം, ഇത് 3ഉം പ്രൈമായതുകൊണ്ട് ഒരെണ്ണം 3ന്റെ ഗുണിതമായതുകൊണ്ടും ഇതിലേതോ ഒരെണ്ണം 3 ആയിരിക്കും. ഇനി x 3 ആയിട്ട് വരില്ല, കാരണം x 3 വന്നാൽ x-2, 3ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന 1 ആകും. 1 പ്രൈമും നോൺ പ്രൈമും ഒന്നുമല്ല, അപ്പോൾ x 3 ആവില്ല. ഇനി x-2 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 കുറച്ചതാണ് x-4. ഇത് 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് 1 വരും, അപ്പോൾ അതും പ്രൈം ആവില്ല. അപ്പോൾ പിന്നെ 3 ആയിട്ട് വരാവുന്ന ഏതേ ഉള്ളൂ, x-4. അപ്പോൾ x-4 3 ആവും. അപ്പോൾ അതിനോട് 2 കൂട്ടിയതാണ് x-2, അപ്പോൾ ഇത് 5. അപ്പോൾ x എത്ര വരും? 5നോട് 2 കൂട്ടിയാൽ കിട്ടുന്ന 7. അപ്പോൾ 3, 5, 7 ഇതൊക്കെയായിരിക്കും നമുക്ക് തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളായി വരുന്ന പ്രൈം നമ്പേഴ്സ്. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, x = 7 എന്നായി. അപ്പോൾ x+2ൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. x+2 എന്ന് പറയുന്നത് 9 ആണ്. ഇത് 3ന്റെ സ്ക്വയറാണ്, അതായത് വർഗ്ഗസംഖ്യയാണ്, പൂർണ്ണസംഖ്യയുടെ വർഗ്ഗമാണ്. അപ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല, കോമ്പസിറ്റ് നമ്പറാണ്, അതേസമയം പൂർണ്ണസംഖ്യയുടെ വർഗ്ഗവുമാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി, ഒരു ഭാജ്യസംഖ്യയും അതേസമയം പൂർണ്ണസംഖ്യയുടെ വർഗ്ഗവുമാണ്.